ശബരിമല ഭക്തർക്കായി സ്പെഷ്യൽ ട്രെയിനുകൾ അനുവദിച്ച് കേന്ദ്ര സർക്കാർ. ഇതര സംസ്ഥാനത്ത് നിന്നുൾപ്പെടെ എത്തുന്ന ഭക്തരുടെ തിരക്ക് കണക്കിലെടുത്താണ് റെയിൽവേയുടെ തീരുമാനം. മണ്ഡല മകരവിളക്ക് കാലത്ത് കേന്ദ്ര സർക്കാരിന്റെ ഒരു സമ്മാനമാണ് ഭക്തരെ തേടിയെത്തിയിരിക്കുന്നതെന്ന് പറയേണ്ടി വരും. കാരണം കൂടുതൽ ട്രെയിനുകൾ ഭക്തർക്കായി അനുവദിച്ചിരിക്കുകയാണ്. അഭൂതപൂർവമായ തിരക്കാണ് മണ്ഡലകാലത്ത് ശബരിമലയിൽ നേരിടാൻ പോകുന്നത്. ഇത് കണക്കിലെടുത്താണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് കൂടുതൽ ട്രെയിൻ സർവീസുകൾ അല്ലെങ്കിൽ സ്പെഷ്യൽ ട്രെയിനുകൾ ഈ ഒരു അവസരത്തിൽ അനുവദിച്ചിരിക്കുന്നത്. ഇത് ഭക്തരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സന്തോഷ വാർത്തയാണ്, ആശ്വാസ വാർത്തയാണ്. എം മനോജ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. മനോജ്, നമുക്കറിയാം ഇനി വരാൻ പോകുന്ന മണ്ഡലകാലത്ത് വലിയ തിരക്ക് തന്നെയാണ് ശബരിമലയിൽ അനുഭവപ്പെടാൻ പോകുന്നത്. നമുക്കറിയാം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നോ യാതൊരുവിധ ഫെസിലിറ്റീസും ഭക്തർക്ക് നൽകുന്നില്ല എന്ന പരാതി നിലനിൽക്കുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് കൂടുതൽ ട്രെയിനുകൾ ശബരിമല ഭക്തർക്കായി അനുവദിച്ചിരിക്കുന്നത്. തീർച്ചയായും ദേവിക, ഇത്തവണ കൂടുതൽ ട്രെയിനുകൾ ഈ ഭക്തർക്കായി അനുവദിച്ചിട്ടുണ്ട്. അതായത് കോട്ടയം, ചങ്ങനാശ്ശേരി, അതോടൊപ്പം തന്നെ ചെങ്ങന്നൂർ സ്റ്റേഷനുകളിലെ തിരക്ക് പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരം ട്രെയിനുകൾ അനുവദിച്ച് നൽകിയിട്ടുള്ളത്. ഇതിൽ തന്നെ ഈ ശബരിമല മണ്ഡലകാലത്ത് നിരവധി ഭക്തർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ഇവർക്ക് വേണ്ട ഗതാഗത സൗകര്യം അതൊരുക്കുക എന്നുള്ളത് തന്നെയാണ് കേന്ദ്ര സർക്കാർ ആ ഒരു ഉത്തരവാദിത്വം തന്നെയാണ് നിർവഹിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ ഒരു സീസണിൽ തിരക്ക് കൂടുതലാകും എന്നുള്ളത് നേരത്തെ തന്നെ കണക്കിലെടുത്തിരുന്നു. ഇത് സംബന്ധിച്ച് ദക്ഷിണ റെയിൽവേ ഈ റിക്വസ്റ്റ് നൽകിയിട്ടുണ്ടായിരുന്നു. കാരണം ഇത്രയധികം ഭക്തർ, അതായത് കഴിഞ്ഞ ഈ തുലാമാസ പൂജയ്ക്ക് തന്നെ നിരവധി ഭക്തർ ഇങ്ങോട്ടേക്ക് എത്തിയിരുന്നു. ആ ഒരു സമയത്ത് തന്നെ ഇനി വരുന്ന മണ്ഡലകാലത്തുള്ള തിരക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ കുറിച്ചും കൃത്യമായും ഈ ഏതൊക്കെ സ്റ്റേഷനുകളിലാണ് സ്റ്റോപ്പുകൾ അനുവദിക്കേണ്ടതെന്നും ഒക്കെ ചൂണ്ടിക്കാട്ടി ദക്ഷിണ റെയിൽവേ കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. അതനുസരിച്ചാണ് കൂടുതൽ ട്രെയിനുകൾ ഈ ശബരിമലയിലേക്ക് എത്തുന്ന ഭക്തർക്ക് വേണ്ടി അനുവദിച്ച് നൽകിയിട്ടുള്ളത്. ഇതിൽ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കൂടുതൽ സ്റ്റോപ്പുകളും, അതായത് നിസാമുദ്ദീൻ ഉൾപ്പെടെയുള്ള ട്രെയിനുകളിൽ കൂടുതൽ സ്റ്റോപ്പുകളും അനുവദിച്ച് നൽകിയിട്ടുണ്ട്. എന്തായാലും ഇന്ന് വൈകിട്ട് 6 മണി വരെ 7 ട്രെയിനുകളാണ്. അതിനുശേഷം വീണ്ടും കൂടുതൽ ട്രെയിനുകൾ അനുവദിച്ച് നൽകിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ ദക്ഷിണ റെയിൽവേയുടെ ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഈ ഒരു കാര്യം, അതായത് ഇത്രയധികം ഭക്തർ ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ അവർക്ക് സൗകര്യപ്രദമാകുന്ന രീതിയിലേക്ക് ഈ ട്രെയിനുകൾ അനുവദിച്ച് നൽകിയത് ഭക്തർക്ക് വലിയ തരത്തിലുള്ള ഒരു ആശ്വാസം തന്നെയാണ്. കാരണം എല്ലാ മണ്ഡലകാലത്തും ഭക്തർക്ക് എത്തുവാനുള്ള വാഹന ഗതാഗതം, അതായത് KSRTC അതുപോലുള്ള മറ്റ് സർവീസുകളൊക്കെ തന്നെ ഭക്തർ വലിയ ബുദ്ധിമുട്ട് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ആ സാഹചര്യത്തിൽ കൂടിയാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെയുള്ള ഭക്തർക്ക് ഇങ്ങോട്ടേക്ക് സുഗമമായി എത്തുവാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം ഒരുക്കുന്നത്. അതോടൊപ്പം തന്നെ അതിന് സമാന്തരമായിട്ടുള്ള, അതായത് മറ്റ് തരത്തിലുള്ള യാത്രാ സൗകര്യം കൂടെ ഉറപ്പാക്കണം എന്നുള്ള ആവശ്യം തന്നെയാണ് ഈ ഭക്തരുടെ ഭാഗത്തു നിന്നും ഉയരുന്നത്. കാരണം നേരത്തെ ദേവിക സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഗതാഗത സൗകര്യം അത് ഭക്തർക്ക് എത്രത്തോളം ആശ്വാസകരമാകും, അല്ലെങ്കിൽ അവരുടെ ബുദ്ധിമുട്ടുകൾ. ശരി, അത് തന്നെയാണ് മനോജ്. ഈ ഒരു മണ്ഡലകാലത്ത് ശബരിമലയിലെ ഭക്തർക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ വലിയൊരു സമ്മാനമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് എന്ന് വേണം പറയാൻ. ടെലിഫോൺ ലൈനിൽ വിവരങ്ങളുമായി ചേർന്നത് എം മനോജ്.